കൊത്തു പൊറോട്ട ഇഷ്ടമാണോ? എന്നൊക്കെ ഉണ്ടാക്കിയാലോ? വീട്ടിൽ സാധാരണ പൊറോട്ട കൂടുതൽ വാങ്ങുന്ന സമയത്തോ പൊറോട്ട ബാക്കിയാവുന്ന സമയത്തോ നമ്മളിത് ഉണ്ടാക്കാറുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. റെസ്റ്റോറന്റ് സ്റ്റൈലിലോ അല്ലെങ്കിൽ നമ്മുടെ തട്ടുകട സ്റ്റൈലിൽ എന്നൊക്കെ പറയുമ്പോൾ അടിപൊളി ടേസ്റ്റ് അല്ലേ? അങ്ങനെ എന്റെ മക്കൾക്ക് ഏറ്റവും ഒരു സംഭവം ഈ കൊത്തു പൊറോട്ട. അപ്പൊ കുറെയൊക്കെ ആദ്യം പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോഴും എനിക്ക് എന്താ ഇഷ്ടമാവാൻ തുടങ്ങിയില്ല. പിന്നീട് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. ഉണ്ടാക്കിയപ്പോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കിയാലോ? ആദ്യം നമുക്ക് സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. എരിവനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ കുഞ്ഞാപ്പ അടുത്തിരുന്ന് എന്റെ ഒപ്പം പറയാൻ നോക്കുകയാണ്, പക്ഷെ അവന് ക്ലിയർ ആവുന്നില്ല തോന്നുന്നുണ്ട്. ഒരു തക്കാളിയും നന്നായിട്ടിട്ട് വഴറ്റി കൊടുക്കുക. നമ്മൾ എന്താ പറയാ, ഒരുമാതിരി നന്നായിട്ട് ഇങ്ങനെ വഴറ്റണ്ട, ഒന്ന് വഴറ്റി കിട്ടുന്ന ലെവലിലേക്ക് എടുത്തു കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്തിരി കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കുന്നത് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഒരു സ്പൂൺ ഇട്ടോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അതൊരു പച്ചമണം മാറുന്നോളം വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ രണ്ട് മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു പാത്രത്തിൽ ആദ്യം പൊട്ടിച്ച് വെച്ചിട്ടാണ്. അപ്പൊ അതും രണ്ട് മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് അതും ഇതിനൊപ്പം ഒന്ന് നമ്മളൊരു കൊത്തു പൊറോട്ടന്റെ മുട്ടന്റെ കണ്ടിട്ടില്ലേ, ആ ലെവലിലേക്ക് ഒന്ന് കൊത്തി എടുക്കുക. അതായത് ഇങ്ങനെ ഉപ്പേരി പോലെ ഒന്ന് ലെവലിലേക്ക് ഇങ്ങനെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മുടെ പൊറോട്ട നമ്മൾ വാങ്ങിയതാണെങ്കിലും ഉണ്ടാക്കിയതാണെങ്കിലും അത് മുറിച്ച് നല്ല ചെറിയ ചെറിയ പീസാക്കി വെക്കുക. അതാണ് നമുക്ക് കുറച്ചുകൂടി നല്ലത്. ആ സമയത്ത് മുറിക്കാൻ നിൽക്കരുത്. അപ്പൊ അതിന് മുറിച്ചൊരു പാത്രത്തിലാക്കി വെക്കണം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടും. എന്നിട്ട് നന്നായിട്ടൊന്ന് അതുപോലെ മുട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. എടുത്ത ശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുന്നേ പൊടിയാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൊറോട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അതുകൊണ്ട് ഒരു 3-4 പൊറോട്ടയുണ്ട്. അതിൻ്റെ ഒപ്പം കിട്ടുന്ന ഗ്രേവി ഉണ്ടല്ലോ, അത് മസ്റ്റാണ് കേട്ടോ. ഈ നമ്മുടെ പൊറോട്ടയ്ക്ക് ശരിക്കും ഒരു ടേസ്റ്റ് വെക്കുന്നത് ഈ ഗ്രേവിയാണ്. അപ്പോൾ ഒരു നമ്മൾ ബൗളിൽ അത്യാവശ്യം എടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ഒരുപാട് ഗ്രേവി ആവാനും പാടില്ല, എന്നാൽ ഗ്രേവി കുറയാനും പാടില്ല. അപ്പോൾ ആ ലെവലിലേക്ക് ഇവിടെ കുതിർന്ന പോലെ ആവരുത്, എന്നാൽ നമുക്ക് അതിന്റെ ടേസ്റ്റിൽ കിട്ടുവാണ്. അത്രയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഈ മുട്ടയും ഗ്രേവിയും നമ്മുടെ പൊടികളും എല്ലാം കൂടെ ഈ പൊറോട്ടയിൽ മിക്സ് ചെയ്ത് കുറച്ച് സമയം എടുക്കണം കേട്ടോ. കുറച്ച് സമയം പറഞ്ഞാൽ നമ്മൾ കൊത്തി എടുക്കണം എന്നാണ്. നമുക്ക് കൊത്താനുള്ള വീട്ടിൽ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ 2 കൈയിലും എടുക്കുക. ദോശ കയ്യിലല്ലേ, ദോശന്റെ അത് രണ്ടും എടുത്തിട്ട് ഞങ്ങൾ നന്നായിട്ട് കൊത്തി കൊടുക്കുക. ഇങ്ങനെ കുറച്ചൊരു കൊത്തി ആ ഒരു ലെവലിലേക്ക് അതൊക്കെ മിക്സ് ആയി